ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ മധുരതയുടെയും സ്നേഹത്തിൻ്റെയും ധാരണ ചെയ്യൂ. എങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സ്വതവേ വന്നു ചേരും എന്ന ഹോംവർക്കാണ് ഈ മാസം നമുക്ക് ചെയ്യേണ്ടത്. അതിൽ ഇന്നത്തെ വിഷയം, നമുക്ക് അഭ്യസിക്കേണ്ട വിഷയമാണ് സരള ചിത്തസ്ഥിതി. ഇന്നത്തെ അവ്യക്ത സൂചന: ആരാണോ ആത്മീയതയുടെ നിറത്തിൽ സദാ നിറമണിഞ്ഞിരിക്കുന്നത്, അവരിൽ മധുരതയുടെ ഗുണം സ്വതവേ വരുന്നു. തൻ്റെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞതിനെ കാണാതെ അവർ സദാ സരളചിത്തരായിരിക്കുന്നു. സരളചിത്ത ആത്മാക്കളിൽ മധുരതയുടെ ഗുണം സ്വാഭാവികമാകുന്നു. അവരുടെ നയനങ്ങളിലൂടെ, മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ മധുരത പ്രത്യക്ഷ രൂപത്തിൽ കാണപ്പെടുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും നമുക്ക് കേൾക്കാം. ഓം ശാന്തി. സരളചിത്തം. ചിത്തത്തിൻ്റെ സംബന്ധം വൃത്തിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ചിത്ത് വളരെ സൂക്ഷ്മമാണ്. ഒരു തവണ ജാൻകി ദാദിജിയോട് നമ്മൾ ചോദിച്ചിരുന്നു, എന്താണ് ചിത്തം എന്നുള്ളത്? അത് നമ്മുടെ ചിന്തനത്തിലൂടെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുമോ? ഏതൊരു കാര്യമാണോ നമ്മുടെ ചിത്തിൽ പതിഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ചിന്തനമാണ് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രയത്നിക്കൂ. ഏതൊരു കാര്യവും നമുക്ക് ചിത്തിലേക്ക് കൊണ്ടുവരരുത്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ചിന്തനം നടന്നുകൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ നടക്കരുതെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. ചിത്തിലേക്ക് പതിയുകയാണെങ്കിൽ എന്തെങ്കിലും സമസ്യകളുടെ ആയിക്കോട്ടെ, ആരുടെയെങ്കിലും സ്വഭാവമായിക്കോട്ടെ, എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞതായിക്കോട്ടെ, ചിത്തിനെ എങ്ങനെ സരളമാക്കണം? ഏതൊരു കാര്യവും നമ്മുടെ ചിത്തിലുണ്ടാകരുത്. അങ്ങനെയെങ്കിൽ മാത്രമാണ് പ്രഭു ചിന്തനം നടക്കുകയുള്ളൂ, ജ്ഞാനചിന്തനവും നടക്കുകയുള്ളൂ. ഇതിലെങ്ങനെ നമുക്ക് അറ്റൻഷൻ നൽകണം? ബാബ, ഡ്രാമ, ഇതെല്ലാമുണ്ട്. ഈശ്വരീയ ജ്ഞാനവും നമ്മളിലുണ്ട്. ഇനി വീണ്ടും അറ്റൻഷൻ നൽകേണ്ട ആവശ്യകതയുണ്ട് നമുക്ക്. ഏതൊരു കാര്യത്തെയും ആരെങ്ങനെയാണോ, ഏതുപോലെയാണോ അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. അവർ നമ്മളിലൂടെ എന്ത് പഠിക്കണമോ പഠിച്ചോളും. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ചിന്താഗതി പാടില്ല. ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇവർ ഒരിക്കലും ഇനി പരിവർത്തനപ്പെടാൻ പോകുന്നതേയില്ല എന്നുള്ളൊരു നിഗമനം നമ്മൾക്ക് അവരെ പ്രതി പാടില്ല. അത് വ്യക്തിയെക്കുറിച്ചായിക്കോട്ടെ, പരിതസ്ഥിതിയെക്കുറിച്ചായിക്കോട്ടെ. നമ്മുടെ സ്വഭാവത്തിനുമേൽ എന്തെല്ലാം പ്രഭാവമാണോ വരുന്നത്, ചിലപ്പോൾ ടെൻഷനായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ആന്തരികമായി നിരാശ ബാധിക്കും, അല്ലെങ്കിൽ കയ്പേറിയിട്ടുള്ള സ്വഭാവമുണ്ടാകും. ഇന്നത്തെ ദിവസം ചിത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തനത്തിലൂടെ മനസ്സിലാക്കും. എന്ത് ചെയ്യണമോ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം ചിന്തിക്കണം, ഭാവിയെക്കുറിച്ച്, പ്രോഗ്രാമിനെക്കുറിച്ച്, അവനവനെക്കുറിച്ച്, ഇതെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമ്മുടെ ശക്തികളും കുറയുന്നു. ശക്തി കുറയുന്നതിനനുസരിച്ച് നോക്കൂ, ഇപ്പോൾ വണ്ടിയോ അല്ലെങ്കിൽ ബാറ്ററിയോ ചാർജ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുമല്ലോ. ഇടയ്ക്ക് മുന്നോട്ട് പോകും, ഇടയ്ക്ക് നിൽക്കുന്നു. ചില ബാറ്ററി ചാർജ് ആക്കിയാൽ വീണ്ടും ചാർജാകും, ചില ബാറ്ററി ചേഞ്ച് ആക്കേണ്ടി വരുന്നു. പക്ഷേ എന്തായാലും ചാർജ് ചെയ്യണം. അതിനാണ് ബാബ ദിവസേന നമുക്ക് ഹോംവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ചിന്തനം ചെയ്യൂ, മനനം ചെയ്യൂ, മന്ഥനം ചെയ്യൂ. അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. ആ പുരുഷാർത്ഥം നാം ചെയ്യാൻ ആരംഭിച്ചാൽ നമുക്ക് ശക്തിയും ലഭിക്കും, മുന്നേറാനും സാധിക്കും. അതിനാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തേത്.
വളരെ അത്യാവശ്യമായതുമാണ്. അഥവാ നമുക്ക് പ്രഭു ചിന്തനം നടത്തണമെങ്കിൽ ബാബയുടെ സ്മൃതി കുറച്ച് കൃത്രിമപരമായി തീരും. ഏതെങ്കിലും സംബന്ധത്തെ പ്രതിയുള്ള ഓർമ്മയുണ്ട്, ഏതെങ്കിലും സാഹചര്യം സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മ നാച്ചുറലായി ഉണ്ടാവില്ല. അവരെ ഓർമ്മിക്കില്ല നമ്മൾ വേണം വെച്ച്, പക്ഷേ അവരിലേക്ക് നമ്മുടെ ബുദ്ധി ഇടയ്ക്കിടെ പോയിക്കൊണ്ടേയിരിക്കും. അതേതെങ്കിലും സംബന്ധമാകാം. എന്നാൽ അത്രയും ലഹരി ബാബയുടെ ഓർമ്മയിൽ നമുക്കുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. എല്ലാവർക്കും ബാബയിലേക്ക് ഇത്രയും നിശ്ചയമുണ്ട്, പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ഉയർന്ന പുരുഷാർത്ഥം, തീവ്ര പുരുഷാർത്ഥം ചെയ്യിക്കാൻ ബാബ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു വിധിയാണ് ബാബ പറഞ്ഞു തരുന്നത്. മധുരതയ്ക്കായി സരള ചിത്തം. ആരാണോ ആത്മീയതയുടെ നിറത്താൽ എപ്പോഴും നിറം ചാർത്തപ്പെട്ടിരിക്കുന്നത്, ആത്മീയതയുടെ പ്രഭാവത്തിലിരിക്കുന്നത്, അവരിൽ മധുരതയുടെ ഗുണം സ്വതവേ തന്നെ വന്നു ചേർന്നോളും. ആരാണോ സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നോക്കാതിരിക്കുന്നത്, ആദ്യം അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞു പോയതിനെ സ്മരിച്ചില്ലേ, അപ്പോൾ ബാബ പറയുന്നത് ആർക്കാണോ കഴിഞ്ഞു പോയത് നോക്കുന്ന സ്വഭാവമില്ലാത്തത് അവരാണ് സരള ചിത്തരായി തീരുന്നത്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലും വെക്കരുത്. പലതരത്തിലുള്ള സങ്കല്പങ്ങൾ നമ്മളിൽ വരിക തന്നെ ചെയ്യും. പക്ഷെ എന്താണോ എനിക്ക് ആവശ്യം എന്ന് തോന്നുന്നത്, ബാബയുടെ ഓർമ്മ കലർന്നിട്ടുള്ളത്, എൻ്റെ ഡ്യൂട്ടി എന്താണോ അത് മാത്രം നമ്മൾ സ്മരിക്കണം. ഏതൊരു കാര്യത്തിലാണോ മനസ്സും ബുദ്ധിയും നമ്മളെ ബിസിയാക്കി വയ്ക്കുന്നത് എന്നുള്ളത് നോക്കണം. സരളചിത്ത ആത്മാവിൽ മധുരതയുടെ ഗുണം നാച്ചുറലായി ഉണ്ടാകും. അവരുടെ നയനങ്ങളിലൂടെ, അവരുടെ മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ മധുരത പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ മധുരത കേവലം പുഞ്ചിരി അല്ല പറയുന്നത്. ആരെ നോക്കുകയാണെങ്കിലും തൻ്റെ മധുരതയിലൂടെ അവരിലേക്കും വൈബ്രേഷൻസ് പോയിക്കൊണ്ടിരിക്കണം. അവരുടെ മുഖവും ആ രീതിയിലായിത്തീരും. പക്ഷേ ഇതിനായി സരള ചിത്തായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ദിവസം എല്ലാവരും ഈ ഒരു ഹോംവർക്ക് ചെയ്യണം. ഇതിലൂടെ തിരിച്ചറിവുണ്ടാകും, പരിവർത്തനവും സംഭവിക്കും. എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ശ്രദ്ധയും ഉണ്ടാകും. ചിത്തിനെ സരളമാക്കി എങ്ങനെ മാറ്റണം എന്നുള്ളത്. ഓം ശാന്തി.